ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഇയർലി 2025 റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക നിങ്ങൾക്ക്. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ട് ആണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. ഈ കൊല്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അബണ്ടൻസ് കൊണ്ടുവരട്ടെ. അതാണ് ഞാൻ പ്രേ ചെയ്യണേ, വിഷ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ റീഡിങ് 2025 എന്താ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, ഇത് നിങ്ങളുടെ ഇയർലി റീഡിംഗ് ആണ്. നമ്മൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 2025 ഓവറോൾ എനർജി: കിങ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ്. നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ്? 2025 ജനറൽ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്: ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സ്വോർഡ്സ്, സിക്സ് ഓഫ് സ്വോർഡ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി കിങ് ഓഫ് പെന്റിക്കിൾസ് ടോറസ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ആൻഡ് 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ ഈ കൊല്ലം കുറെ നല്ല സക്സസ്ഫുൾ എനർജിയിലാണ് ആക്ച്വലി. ഇത് വേറെ എന്താ വെച്ചാ, നിങ്ങളുടെ കരിയറിൽ കുറെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും ഈ കൊല്ലം. കുറെ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ ഫോക്കസ് ആയിരിക്കും നിങ്ങളുടെ. റൊമാൻസ്, ലവ് ആൻഡ് റൊമാൻസ് ഞാൻ കാണുന്നുണ്ട് 2025. പക്ഷെ അത് ഒരു ഫ്ലേർട്ടേഷ്യസ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു സീരിയസ് റൊമാൻസ് ആയിരിക്കില്ല. പക്ഷെ സിംഗിൾ നിങ്ങളാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് ഇവിടെ ഒരു കുറെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരണ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യണ എനർജിയാണ് ആക്ച്വലി. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിൽ ഒരു ചില ഓപ്പർച്യൂണിറ്റീസ് പറയണതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഇഗ്നോർ ചെയ്യരുത്. ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നല്ല ബിഗിനിങ് ആയിരിക്കും. ഇവിടെ ഞാനൊരു ലവ് ഓഫർ കാണുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ഇൻ ലവ് കാണുന്നുണ്ട്. അപ്പോൾ റൊമാൻസ് ഈ കൊല്ലം നല്ല ഒരു ന്യൂ ബിഗിനിങ്, റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ലവ് ആൻഡ് റൊമാൻസ് ഉണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് ഇവിടെ കുറച്ചൊരു റാഷ് ആയ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് കുറെ വരുന്നുണ്ടാവും. പക്ഷെ അതിങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് വരിക, ക്വിക്ക്ലി ഒരു അൺഎക്സ്പെക്റ്റഡ് തരത്തിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അത്ര ആലോചിക്കാൻ സമയം കിട്ടില്ല, ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യേണ്ടി വരും. ഇത് ട്രാവൽഡ്യൂം എനർജിയാണ്. കുറെ സഡൻ ട്രാവൽ, സഡൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, സ്പീഡ് ചെയ്യരുത്. ഓക്കെ, മെല്ലെ ഓടിക്കുക, ഡ്രൈവിംഗ് ചെയ്യേണ്ട വെച്ചാൽ. ആൻഡ് മറ്റേ കാര്യം എന്താ വെച്ചാൽ ഇമ്പൾസീവ്നെസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ നിങ്ങൾ ഇമ്പൾസീവ്ലി എന്തെങ്കിലും പറഞ്ഞു പോവും, ഇല്ല എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാക്കും. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് പിന്നെയാണ് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇമ്പൾസീവ് ഡിസിഷൻസ് ഒന്നും ആലോചിക്കാണ്ട് എന്തെങ്കിലും ചെയ്താലില്ല പറഞ്ഞാൽ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും.
നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിനൊക്കെ ഇപ്പോൾ നിങ്ങൾ 2024 വിട്ട് മുമ്പോട്ടാണ് പോണേ. കാമർ സ്റ്റേബിൾ എനർജീസിന്റെ ഡയറക്ഷനിലേക്കാണ് പോണേ. ട്രാവൽ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലം നിങ്ങൾക്ക് ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ടാവും. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഫിനാൻഷ്യൽ ബിഗിനിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ ഈ കൊല്ലം അങ്ങനത്തെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. ആൻഡ് ബിസിനസ് വൈസും എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസും കിട്ടും. അപ്പൊ എന്താണ് നിങ്ങളുടെ ലവ് ആൻഡ് റൊമാൻസിൽ, റൊമാൻസ് മാത്രമല്ല പേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ലവ് ആൻഡ് റൊമാൻസ് മാത്രമല്ല, നമ്മൾക്ക് വേറെ റിലേഷൻഷിപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്ഷിപ്പ്, പിന്നെ പേരൻസ്, സിബ്ലിങ്സ്, അവരുടെ കൂടെയും റിലേഷൻഷിപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓവറോൾ പേഴ്സണൽ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും? 2 of Swords, 7 of Wands, 6 of Wands, Hanged Man. അപ്പൊ 2 of Swords ഇവിടെ ഒരു ക്രോസ് റോഡ്സിൽ ഉണ്ടാവുന്ന എനർജിയാണ്. ഒരു പേഴ്സൺ അൺഡിസൈഡഡ് ആയ എനർജിയിലാണ്. റിലേഷൻഷിപ്സിനെ കുറിച്ച് നിങ്ങളുടെ എനർജി ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് അതറിയാണ്ടായിരിക്കും ഈ ക്രോസ് റോഡ്സിൽ നിങ്ങൾ. സിംഗിൾ ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ, അതായിരിക്കും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ അങ്ങനെ കുറെ ഡിസിഷൻസ് ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേ, എന്താ ഡിസൈഡ് ചെയ്യണ്ടേ, അങ്ങനത്തെ കുറെ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ക്ലിയർ ആയി പിക്ചർ ഇല്ല നിങ്ങൾക്ക് ഫ്യൂച്ചറുടെ. അപ്പോൾ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കുക, അങ്ങനത്തെ ഒരു ഡിഫിക്കൾട്ട് ഒരു ഡിസിഷൻ എടുക്കണം വെച്ചാൽ. 7 of Wands, എക്സിസ്റ്റിംഗ് കണക്ഷൻസ്, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്സിൽ ചില കോൺഫ്ലിക്റ്റ് ഞാൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയണത് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക, ഇതിനെ നിങ്ങളുടെ ബിലീഫിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യുക, അതിനെ ഗിവ് അപ്പ് ചെയ്യരുത്. ഒരു റിലേഷൻഷിപ്പിനും ഗിവ് അപ്പ് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളെ ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഒപ്പോസ് ചെയ്യണ്ടില്ല വെച്ചാൽ, അങ്ങനത്തെ എന്തെങ്കിലും ക്രിറ്റിസിസം വരുന്നുണ്ട് വെച്ചാൽ അത് ഒരു നല്ല പോലെ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ഓക്കെ, അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ പോപ്പുലാരിറ്റി ഈ കൊല്ലം കുറെ ഉണ്ടാവും. പറഞ്ഞാൽ നിങ്ങൾ പോപ്പുലർ ആയിരിക്കും സൊസൈറ്റിയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിൽ. കുറെ ആൾക്കാരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ, കുറെ ആൾക്കാരെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ ഇവിടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ കാർഡാണ്, പക്ഷെ ലെറ്റിംഗ് ഗോയുടെയും കാർഡാണ്. ചില റിലേഷൻഷിപ്സ്, ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. ആൻഡ് അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. ഹീലിംഗിന്റെ എനർജിയുമാണ്. അപ്പോൾ ചില ഇഷ്യൂസിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും, സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് ഇവിടെ കരിയർ റിലേറ്റഡ് ഫിനാൻഷ്യൽ മെസ്സേജസ്? എംപറർ, 8 of Wands, King of Wands and 8 of Swords. അപ്പോൾ എംപറർ ഇവിടെ ഒരു ബോസിന്റെ എനർജി ആവാം, മെന്റോറുടെ എനർജി ആവാം, ഇത് നിങ്ങളുടെയും എനർജി ആവാം. ഞാൻ ഇവിടെ കുറെ പവർ ആൻഡ് സക്സസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കരിയറിൽ കുറെ ഡിസിപ്ലിൻ്റെ ആവശ്യം ഉണ്ടാവും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ബിസിനസ്സിൽ. ഡിസിപ്ലിനായി, സ്ട്രക്ചറായി ഫോളോ ചെയ്താൽ നിങ്ങൾ കുറെ സക്സസ്ഫുൾ ആവും ഈ കൊല്ലം. അതുമാത്രമല്ല, നിങ്ങളുടെ ബോസിന്റെ കൂടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറഞ്ഞ നല്ല പോലെ ഒരു കൊലാബറേഷൻ ഉണ്ടാവും. അവർ നിങ്ങളുടെ ജോലി കണ്ടിട്ട് കുറെ ഇംപ്രസ് ആവും. ഇവിടെ ഒരു പ്രൊമോഷന്റെ ചാൻസസും ഉണ്ട്. കുറെ ട്രാവൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ട്രാവൽ കുറെ ഉണ്ടാവാൻ വഴിയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർവേഡ് മൂവ്മെന്റ് ആദ്യം സക്സസിന്റെ എനർജിയാണ് ഇത്. കുറെ അൺഎക്സ്പെക്റ്റഡ് സഡൻ ഡിസിഷൻ, സഡൻ എന്തെങ്കിലും ഒരു പ്ലാൻ, അങ്ങനെ കരിയർ റിലേറ്റഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. കിങ് ഓഫ് വോൺസ് ഒരു അഗൈൻ പാഷന്റെ എനർജിയാണ്. നിങ്ങളുടെ ഗോൾസിനെയൊക്കെ പാഷനറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ കൊല്ലം. പക്ഷെ ചില കേസസിൽ ഒരു സ്റ്റാഗ്നൻസിയും ഫീൽ ചെയ്യും നിങ്ങൾ. പക്ഷെ അതിന്ന് പുറത്തു വരാനുള്ള എനർജി നിങ്ങൾക്ക് തന്നെ, അത് ആ എനർജിയിൽ
ആ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരേണ്ടി വരും, ഈ 8 ഓഫ് സോഡ്സ് എനർജിയിൽ നിന്ന്. എന്ന് വെച്ചാൽ ഇതൊരു മെന്റൽ സ്റ്റാഗ്നൻസി ആണ്. ഫിസിക്കലി ആരും നിങ്ങളെ കെട്ടിവെച്ചിട്ടില്ല, പക്ഷെ മെന്റലി നിങ്ങൾ കുറച്ചൊരു ചിലപ്പോൾ സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യാൻ വഴിയുണ്ട് നിങ്ങളുടെ കരിയറിൽ. അപ്പൊ ചാലഞ്ചസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? സ്റ്റാർ ആണ് ചാലഞ്ച്, 3 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ചാലഞ്ച് ആണ്, മൂൺ ഇവിടെ ചാലഞ്ച് ആണ്, ആൻഡ് ഡെവിൽ. അപ്പോൾ സ്റ്റാർ ഇവിടെ അക്വേരിയസ് എനർജി, ഹീലിംഗിന്റെ എനർജിയാണ്, ഫെയ്ത്തിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ചില ഫെയ്ത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും, പറഞ്ഞ ഒരു ഹോപ്പ് ഇല്ലാത്ത ഒരു മാതിരി ഒരു എനർജി. പിന്നെ ഹീലിംഗ്, അപ്പോൾ ഹെൽത്തിന്റെ ഇഷ്യൂസും ഉണ്ടാവാൻ വഴിയുണ്ട്. ഇല്ലച്ചാൽ ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗും ആവാം. 3 ഓഫ് പെന്റിക്കിൾസ് ഇത് വേറെ ആൾക്കാരുടെ കൂടെ ടീം വർക്കിൽ ജോലി ചെയ്യണ എനർജിയാണ്. അപ്പോൾ ടീമിൽ ഉണ്ടാവുമ്പോൾ ചില പ്രശ്നങ്ങൾ, ചില ചാലഞ്ചസ് അവിടെയും ഉണ്ടാവാൻ വഴിയുണ്ട്. മെന്റൽ ഹെൽത്ത് കുറെ സൂക്ഷിക്കണം ഈ കൊല്ലം. എന്നുവെച്ചാൽ ഇമോഷണലി കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ എനർജി ഞാൻ കാണുന്നുണ്ട്. ഇത് മദറുടെ എനർജിയുമാണോ ഇല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഫീമെയിൽ ആരെങ്കിലും ഉണ്ടെച്ചാൽ അവരുടെ ഹെൽത്തിൻ്റെയും ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ലച്ചാൽ ഇത് അൺഎക്സ്പെക്റ്റഡ് ഹിഡൻ കാര്യങ്ങൾ, സീക്രറ്റ്സ് പുറത്തു വരണ എനർജിയും ആവാം. കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ, ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ചില റെഡ് ഫ്ലാഗ്സ്, ചില ടോക്സിക് കാര്യങ്ങളൊക്കെ ഈ കൊല്ലം പുറത്തു വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ വർക്കിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ചിലപ്പോൾ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ചിലവർക്ക് ഡിപ്രഷന്റെ പ്രോബ്ലം ഉണ്ടാച്ചാൽ സൂക്ഷിക്കണം. ഈ കൊല്ലം കുറച്ച് ആ മെന്റൽ സ്റ്റേറ്റ് നിങ്ങളുടെ ചിലപ്പോൾ കുറെ ഇംബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഡോക്ടറിനെ റെഗുലർലി കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? അഡ്വൈസ്, പേജ് ഓഫ് സോഡ്സ്, 10 ഓഫ് പെന്റിക്കിൾസ്, 4 ഓഫ് സ്വോർഡ്സ് ആൻഡ് സൺ. അപ്പോൾ അഗൈൻ പേജ് സോഡ്സ്, എല്ലാത്തിലും നിങ്ങൾക്ക് പ്രോപ്പർ റീസെർച്ച് ചെയ്ത് വേണം ഡിസിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അയക്കുമ്പോഴും സൂക്ഷിക്കണം. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത് നല്ല സമയമാണ്. പഠിപ്പ് എന്തെങ്കിലും പുതിയതായി പഠിക്കണം, ഇല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാച്ചാൽ ഇത് നല്ല ടൈമാണ്. ഒരു കാര്യം ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എല്ലാത്തിലും പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ ചില കേസസിൽ നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഡിസൈഡ് ചെയ്താൽ അത് പ്രശ്നമാവും. അപ്പോൾ എല്ലാ കാര്യത്തിലും പ്രോപ്പർ റീസെർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. 10 ഓഫ് പെന്റിക്കിൾസ് സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എനർജിയാണ്, അബണ്ടൻസിന്റെ എനർജിയാണ്. ഈ കൊല്ലം ഫിനാൻഷ്യലി നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണം വെച്ചാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, അതിന് നല്ല ടൈമാണ്. ഹെൽത്തിന്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി സൂക്ഷിക്കണം. എത്രയും നിങ്ങൾക്ക് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും വെച്ചാൽ അത് ചെയ്യണം. പക്ഷെ ഡെഫിനറ്റ്ലി ഹെൽത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. സൺ ഇവിടെ ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസിന്റെ എനർജിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറെ ഹാപ്പിനെസ്സും അബണ്ടൻസ് ഉണ്ട്, പക്ഷെ ഈ ചില കേസസിൽ സൂക്ഷിക്കാണ്ട്. ഓക്കെ, ഈ പറഞ്ഞ മാതിരി എല്ലാം കാര്യങ്ങൾ നല്ലോണം വായിച്ചിട്ട് വേണം സൈൻ ചെയ്യുക. ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം മുമ്പേ. ഹെൽത്തിന്റെ കാര്യം സൂക്ഷിക്കണം. അപ്പൊ എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? പേജ് ഓഫ് കപ്സ്, ഡെത്ത് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. അപ്പൊ പേജ് ഓഫ് കപ്സ് ഒരു ന്യൂ ബിഗിനിങ് ആണ് ലവില്. ഞാൻ കാണുന്നത് ഒരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ഇവിടെ. ആൻഡ് ആ പുതിയ ബിഗിനിങ് കുറെ കൂടിയും ഒരു സീരിയസ് വേയിലാണ് മുമ്പോട്ട് പോണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ലവ് ഇവിടെ ഫോക്കസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഡെത്ത് ഉണ്ട് ഇവിടെ, സ്കോർപിയോ എനർജി. അപ്പോൾ എന്തോ ചേഞ്ചും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്, ഒരു വലിയ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ കൊല്ലം ഒരു ട്രാൻസ്ഫോർമേഷണൽ ഇയർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു വലിയ ചേഞ്ചസ് ഉള്ള ഇയർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ,
പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ അത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ഷൻ, തോട്ട്, ഫീലിംഗ്, ഡെലിജൻസ്, ആക്ഷൻ, തോട്ട് ഒക്കെ പോസിറ്റീവ് വെക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്യുള്ളൂ നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതാണ് കാപ്രിക്കോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.